ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. വീഴാതെ കണ്ണിലന്നു മിന്നിയ നീർമണി നിറാതെ നേരുന്നൊരോർമതൻ നെയ്ത്തിരി എന്നെ വിട്ടിട്ടെന്തേ പോയി മഞ്ചാടിക്കുരുവി. നിന്നെ കാത്ത് തീരത്തെൻ്റെ മോഹം വേരോടി. ആറ്റുമണൽ പായയിൽ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. ശിവസൂര്യ ഗംഭീരായി വീണ്ടും കാണാൻ പറ്റും. കാരണം ചില കാര്യങ്ങൾ നമുക്ക് മടുക്കൂല, എത്ര തവണ കണ്ടാലും കൂടുതൽ. കാരണം ലാലേട്ടനെ ശിവസൂര്യ അനുകരിക്കുന്നത് ഒരുപാട് വേദികളിരുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഒരു സുഖം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷം 500ാമത്തെ എപ്പിസോഡിൽ വന്നതിൽ കാണാൻ പറ്റിയില്ല കേട്ടോ. അടിപൊളി. അപ്പൊ ഇനി എന്താണ് നമുക്ക് അടുത്ത പെർഫോമൻസ്? രാജമാണിക്യം എല്ലാരും കണ്ടിട്ടുണ്ട്. രാജമാണിക്യം ലാൽ സാർ അവതരിപ്പിക്കാൻ പോവാ. എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. നീ ആരാ? പണ്ടൊരു പാതിരാത്രി ഒരു മണിയറ വാതിൽ മുട്ടിയപ്പോഴാ ഈ ചോദ്യങ്ങൾ ഞാൻ കേൾക്കുന്നത്. നീ ആരാ, നിനക്കെന്ത് വേണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കെൻ്റെ അമ്മയെ കാണണമെന്ന്. ആ അമ്മ പറഞ്ഞോളൂ എന്നെ അറിഞ്ഞുകൂടാന്ന്. പിന്നെ ഞാൻ ഇന്ന് വന്നത് നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ, ഒന്ന് നേരൊക്കെ. അപ്പൊ ഇനി അടുത്ത് നമ്മൾ ജഗതി ശ്രീകുമാറാണ് ചെയ്തത് എങ്ങനെയുള്ളത്. സാധനം സെയിം സാധനം വീണ്ടും. ആരാ, നിനക്ക് എന്ത് വേണം? അയ്യോ, ഞാൻ ആരാണ് എന്തരാണെന്ന് അറിയണം, അത്രയല്ലേ ഉള്ളൂ. പണ്ടൊരു പാതിരാത്രി ഒരു മണിയറവാതിൽ മുട്ടിയപ്പോഴാണ് ഈ ചോദ്യങ്ങളും മറ്റും ഞാൻ കേൾക്കണത്. തള്ള നീ ആരാണ്, നിനക്കെന്തര വേണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മച്ചയെ കാണണമെന്ന്. അപ്പൊ എന്നെ കിളവി പറഞ്ഞ് എന്നെ അറിഞ്ഞോടന്ന് പോട്ടടേ. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഈ 500ാമത്തെ എപ്പിസോഡ് കുറച്ചും കൂടെ അടിപൊളിയാക്കി തന്നതിന് ചേട്ടനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പം ചേട്ടാ താങ്ക് യു സോ മച്ച്. ഇനിയും വരാം. ഓക്കെ, ഇതുപോലെ നമ്മുടെ സ്പെഷ്യൽ മൊമെന്റ്സിലേക്ക്. നമ്മളിപ്പം ശിവസൂര്യ വരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ കണ്ണു അടച്ച് കൈയും കിട്ടിയെങ്കിൽ ഇരുന്നാൽ മതി. ലാലേട്ടൻ്റെ ഏത് വേഷം, ലാലേട്ടൻ അടിക്കുന്നതോ സംസാരിക്കുന്നതോ ദേഷ്യപ്പെടുന്നതോ പാട്ട് പാടുന്നതോ ഓടുന്നതോ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അത് പക്കയായിരിക്കും. ലാലേട്ടൻ്റെ ചിരി കറക്റ്റ് ഉണ്ട്. അതുപോലെ ഇമോഷണൽ ആയിട്ട് ഒരു സംഭവം പറഞ്ഞില്ലേ, രാജമാണിക്യത്തിലെ മമ്മൂക്ക പറയുന്നത്, അതല്ലേ നല്ല രസമായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ അടുത്ത് നിന്ന് നമ്മൾ അവരോട് സംസാരിക്കുന്നതിലും മൂടായിരുന്നു. സൂപ്പർ. അപ്പൊ എന്തായാലും ഇതോടെ നമ്മുടെ ആഘോഷങ്ങൾ തീർന്നില്ല, ഇനിയും ഒരുപാട് ആഘോഷങ്ങളുണ്ട്. ഒപ്പം തന്നെ ചേട്ടനും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്.